The കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. Whatever I have the evidence, I had given the statement completely to the cyber police. I have given my all evidence. എന്താ എവിഡൻസിൽ ഉദ്ദേശിക്കുന്ന പറയുന്ന കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിടിച്ചു, ജാൻമണീനെ പിടിച്ചു. നല്ല കാര്യം, കുറച്ച് നേരത്തെ ആവുമായിരുന്നു. ഇത്രയും കാലം ഒളിവിലായിരുന്നു. ആരാണ് ഇതിനൊക്കെ സഹായം ചെയ്തു കൊടുത്തത്? ഓക്കെ, എന്തായാലും ഈ രാജ്യത്ത് ഇരട്ട നീതിയുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാരണം ജാൻമണി ഇതുപോലെ എല്ലാം പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒത്തിരി പേരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടായിരുന്നു ജാൻമണിക്ക് കിട്ടി. ആ കുഴപ്പമില്ല, അങ്ങനെ ഇങ്ങനെ അങ്ങനെ. പക്ഷെ ടി.ജി. മോഹൻദാസിനെ പറഞ്ഞപ്പോ എല്ലാവരും ഒന്നടങ്കം അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പറയാൻ എന്ത് റൈറ്റ്സ് ആണുള്ളത്? നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഈ തെറിയല്ല, അദ്ദേഹത്തിന്റെ അമ്മ ഒന്നും അറിയാത്ത മരിച്ചുപോയ അമ്മേനെയാണ് സഭ്യമായ ഭാഷയിൽ സംസാരിച്ചത്. പക്ഷെ ഇവിടെ ഇതൊന്നുമല്ല ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടുകാരുടെ മനോഭാവം, അവരുടെ മനോനിലയാണ് എനിക്ക് പരിശോധിക്കേണ്ടത്. കാരണം ചില കമന്റ് സെക്ഷൻ നോക്കിയാൽ തോന്നും, ദൈവമേ ഇത് കേരളം തന്നെയാണോ എന്ന്. ഒരു ഭാഗത്തിന് മാത്രം ഭയങ്കര ചൊറിച്ചില്, ഒരു ഭാഗത്തിന് മാത്രം ഭയങ്കര സപ്പോർട്ട്, ഒരു ഭാഗത്തിന് മാത്രം ഭയങ്കര കുറ്റപ്പെടുത്തല്. അതെങ്ങനെ ശരിയാവും? എന്തായാലും ഞാൻ കമന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. ഒരാളുടെ പേരൊന്നും ഞാൻ റിവീൽ ചെയ്യണം, പക്ഷേ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നോക്കിയാൽ അറിയാം കഴിയുന്നതും ഈ ജാൻമണിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു കമന്റ് ആണ്. പ്രധാനമന്ത്രി ചീത്ത പറഞ്ഞതിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 140 കോടി ജനങ്ങളെയും അറസ്റ്റ് ചെയ്യേണ്ടി വരില്ലേ? എന്തൊരു പുച്ഛത്തോടെയും എന്തൊരു പരിഹാസത്തോടെയാണ് നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരുടെയും ഭാഗത്തല്ല, ഒരു പാർട്ടിയിലുള്ള ഒരു പാർട്ടീനെ സൈഡ് ചെയ്യുന്ന ആളല്ല, ഞാൻ നീതിയുടെ പക്ഷത്താണ്. അത് കാണുമ്പോൾ ടി.ജി. മോഹൻദാസ് സാറിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ഇതേപോലെ തന്നെ സപ്പോർട്ട് വേണമായിരുന്നു. കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അത് പക്ഷെ പാർട്ടിക്കാരാണ്. പക്ഷെ പൊതുജനങ്ങള് ജാൻമണിക്ക് ഒരു നീതി, ടി.ജി. മോഹൻദാസ് സാറിന് മറ്റൊരു നീതി. ഞാൻ ആ അറസ്റ്റിങ്ങിലുള്ള ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് വളരെ ദുഷ്കരമായിരുന്നു. ആ വ്യക്തിയോടും ജാൻമണി സുഖമായിട്ട് എല്ലാം ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷം തിരിച്ച് അറസ്റ്റ് ചെയ്തു കീഴടങ്ങിയതാവാനാണ് വഴി. ഇതുപോലെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ സംസാരിച്ചു. ടി.ജിക്കൊന്നും അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ട് പോലും ഞാൻ ആരുടെയും സൈഡല്ല. ബട്ട് സ്റ്റിൽ ഇത് ഇരട്ട നീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് നോക്കിക്കോ, അതിന്റെ താഴെ തന്നെ എന്നാ പിന്നെ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ. കാരണം ഇവരുടെയൊക്കെ വിചാരം ഈ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ വ്യക്തി വെറും വെറുക്കപ്പെട്ടവനായിട്ടാണ് ഇവരൊക്കെ കണ്ടേക്കുന്നത്. എന്താണെന്നറിയില്ല, അവരുടെ പൊതുവെ ഉള്ളൊരു ധാരണ മോദിജിക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരം കമന്റുകൾ. മേ ബി അവരുടെ ഉള്ളിലുള്ള വെറുപ്പായിരിക്കാം. അത് ആരും ആയിക്കോട്ടെ, ഏത് പാർട്ടി ഭരിച്ചാലും ഇതുപോലൊക്കെ തന്നെ കമന്റ് ഇടാൻ ആളുകളുണ്ടാവും. വി.ഡി. സതീശനെ ആയാലും പിണറായി വിജയനെ ആയാലും ആരെ ആയാലും സപ്പോർട്ട് എല്ലാം ഉണ്ടാവും. ഡിഫെൻഡ് ചെയ്യാനും ആളുകൾ ഉണ്ടായിരിക്കും, എതിർക്കാനും ആളുകൾ ഉണ്ടായിരിക്കും. അത്ര തന്നെ ഇതിലുള്ളൂ. പക്ഷെ ഇത്തിരി കൂടുതലാണോ എന്നെനിക്കൊരു സംശയം. വേറെ ഒരുത്തരം എഴുതിയേക്ക്, അയ്യേ എന്താ ഇത്, അപ്പോൾ എല്ലാവരും അറസ്റ്റ് ചെയ്യണ്ടേ? അവൻ അങ്ങോട്ട് തീരുമാനിച്ചു ജാൻമണിയുടെ ഒപ്പമാണ് ബാക്കി 140 കോടി ജനങ്ങൾ നിൽക്കുന്നത്. എന്തൊക്കെ സ്റ്റുപ്പിഡിറ്റി അല്ലെ. അടുത്ത ഒരുത്തന്റെ കമന്റ് നോക്കിക്കോ, ഇത് ജനാധിപത്യ രാജ്യം തന്നെയല്ലേ? അതെടാ, അതുകൊണ്ടാണ് നിനക്ക് ഇത്രയെങ്കിലും സംസാരിക്കാൻ പറ്റണം. ഇതുപോലെ കമന്റ് ഇടാൻ പറ്റുന്നതും ഈ രാജ്യം ജനാധിപത്യ രാജ്യം ആയതുകൊണ്ട് തന്നെയാണ്. എന്ന് വെച്ച് തോന്നിവാസം പറഞ്ഞാൽ മിണ്ടാതിരിക്കണം എന്ന് വല്ല അർത്ഥമുണ്ടോ? അതിന്റെ താഴെ വരണം, എന്നാ പിന്നെ ഇന്ത്യയിലെ ജയില് തികയാതെ വരും. അത് ശരിയാ, ഇതുപോലെ കുറെ എണ്ണങ്ങൾ ഉണ്ടെങ്കിൽ ജയില് തികയാതെ തന്നെ വരും. ഇതേ കിടക്കണം. മോദിയെ പറയാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടായല്ലോ, ഇവിടെ പല ആണുങ്ങൾക്കും അതില്ല. സത്യം പറഞ്ഞാൽ ആരെ പറഞ്ഞു എന്നുള്ളതല്ല, അതൊരു പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ്. ആ സ്ഥാനത്തെയാണ് ബഹുമാനിക്കണം. നിങ്ങൾ ആ വ്യക്തിയെ ബഹുമാനിക്കണ്ട. അദ്ദേഹം അതിനിറങ്ങിയതിനു ശേഷം എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. എന്നാലും വ്യക്തിഹത്യ അത് അദ്ദേഹം ചെയ്തൊരു പ്രവൃത്തി പോലുമില്ല. അദ്ദേഹത്തിന്റെ മാതാവിനെയാണ് പറഞ്ഞേക്കുന്നത്. അത്രയൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ടി.ജി. മോഹൻദാസ് ആയാലും അദ്ദേഹം ഒരു പ്രധാനമന്ത്രി ആയാൽ അദ്ദേഹത്തിന് അധികാരം കിട്ടിയാൽ എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇത് കറക്റ്റായിട്ട് വ്യക്തിഹത്യയാണ് നടത്തിയേക്കുന്നത്, അതും വളരെ മോശമായ രീതിയിൽ. ഇതിനൊക്കെ ന്യായീകരിക്കാൻ ആളുകൾ വരുന്നുണ്ടല്ലോ. ഇനി അടുത്തത്, എന്തിന് അവരവരുടെ അഭിപ്രായം പറഞ്ഞു, അത്ര തന്നെ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവന്നു, അത്ര തന്നെ. അടുത്തത് നോക്കുക, പേളിയുടെ വളിച്ച കോമഡിയെക്കാളും ജാൻമണിയുടെ അക്ഷരപ്പിശകുള്ള മലയാളം തന്നെയാണ് നല്ലത്. അപ്പൊ ഇവര് രാഷ്ട്രീയമാണ് ഇതിൽ പറയുന്നത്, ഇതിൽ നീതിക്കൊപ്പമല്ല നിൽക്കുന്നത്. ഇതിൽ സപ്പോർട്ട് ആർക്കാ, സപ്പോർട്ട് എങ്ങോട്ടാ പോണെന്നൊക്കെ ഈ കമന്റുകൾ വായിച്ച് തന്നെ മനസ്സിലാക്കി. എല്ലാവരും അല്ല കേട്ടോ, കുറെ പേരൊക്കെ ജാൻമണിയെ എതിർത്തിട്ടും സംസാരിക്കുന്നുണ്ട്, ചിലർ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം കമന്റുകൾ നോട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. പക്ഷെ കാരണം ഇവര് നീതിയുടെ ഭാഗത്തല്ല, ജസ്റ്റിസ് അല്ല ഇവരുടെ പ്രശ്നം. ഇവരുടെ ഭാഗത്ത് ഒരു പ്രത്യേക ആളുകളെ എങ്ങനെയെങ്കിലും കോർണർ ചെയ്ത് വിടുക, അതാണ് ഇവിടെ കാണുന്നത്. അല്ലാതെ ഇപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ പിണറായി വിജയനെ വിളിച്ച അപ്പൊ ആരും ഒന്നും മിണ്ടില്ല. എന്തോ ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് വ്യക്തിയായാലും വ്യക്തിഹത്യം നടത്തുന്നത് അതൊട്ടും ശരിയല്ല. ലാസ്റ്റത്തെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ജാനുവിനൊപ്പം നല്ല കാര്യം, സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് ഒക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഈ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് എന്നും പറഞ്ഞ കുറെ മുതുക്കിളവന്മാർ അതിന്റെ ഇടയിൽ കയറി കൂടി ഉണ്ടായിരുന്നു. അവരെ പറ്റിയും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞത് വളരെ നല്ല കാര്യമായിരിക്കും.